കർത്താവിൻ്റെ ശ്രേഷ്ഠമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും സ്നേഹ വന്ദനം. യെശയ്യാ പ്രവചനം 43:18. മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ, ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും. നിങ്ങൾ അതറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ ജനത്തിന് കുടിക്കുവാൻ കൊടുക്കേണ്ടതിന് ഞാൻ മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് നദികളും നൽകിയിരിക്കുന്നത് കൊണ്ട് കാട്ടുമൃഗങ്ങളും കുറുക്കന്മാരും ഒട്ടകപ്പക്ഷികളും എന്നെ ബഹുമാനിക്കും. ലക്ഷ്യത്തിലെത്തുവാൻ കഴിയാത്ത അനുഭവത്തെയാണ് മരുഭൂമി കാണിക്കുന്നത്. എന്ത് ചെയ്യണം, ഏത് വഴിയിൽ സഞ്ചരിക്കണം, എങ്ങനെ മുന്നോട്ട് പോകാം, എന്ത് തിരഞ്ഞെടുക്കണം എന്നറിയാതെ ആയിരിക്കുന്ന അനുഭവമാണെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, മരുഭൂമിയിൽ ഒരു വഴി ഉണ്ടാക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടും. ഇന്നുവരെ ഇല്ലാത്തതായിരിക്കാം ആ വഴി. പ്രതീക്ഷയെല്ലാം അസ്തമിപ്പിക്കുന്ന മരുഭൂമിയുടെ അനുഭവങ്ങളെ മാറ്റി പ്രതീക്ഷയുടെ ഒരു നല്ല അനുഭവം ഈ സന്ദേശം കൈമാറുകയാണ്. യേശു പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. വഴി ഒരു വീട്ടിലേക്കുള്ള പ്രവേശനമാണ്. വഴി ഒരു നന്മയിലേക്കുള്ള പ്രവേശനമാണ്. വഴി എന്നത് യാത്രയുടെ പ്രവേശനമാണ്. ദൈവം തുറക്കുന്ന വഴി നാശത്തിലേക്കല്ല, ജീവങ്കലേക്കാണ്. അതുകൊണ്ട് നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാകുവാൻ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്യുകയാണ്. മരുഭൂമിയിൽ നിന്ന് ഒരു കൃഷിസ്ഥലത്തിലേക്ക്, ജോലി സ്ഥലത്തിലേക്ക് പോകണമെങ്കിൽ വഴിയിലൂടെ സഞ്ചരിക്കണം. നിർജ്ജന പ്രദേശം ആരും ഇഷ്ടപ്പെടാത്ത സ്ഥലമാണ്. താമസയോഗ്യമല്ലാത്ത ഇടം, പ്രയോജനമില്ലാത്ത ഇടം. ശ്വസിക്കുവാൻ വായു ഉണ്ടെങ്കിലും വെള്ളമില്ല എങ്കിൽ കൃഷി നടക്കുകയില്ല, വീട് പണി നടക്കുകയില്ല. മനുഷ്യർക്ക് തൃപ്തിയോടെ ജീവിക്കുവാൻ കഴിയത്തില്ല. മനുഷ്യരുടെ അത്യാവശ്യ ഘടകമാണ് വെള്ളം എന്നത്. ഇന്നലെ വരെ അവസ്ഥകളെ നോക്കി പ്രയോജനമില്ലാത്ത അനുഭവമാണെന്ന് മറ്റുള്ളവർ പറയുന്നുണ്ട് എങ്കിൽ, പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, ആരും ഇഷ്ടപ്പെടാത്ത വ്യക്തിത്വമായിട്ട്, ആരും ഇഷ്ടപ്പെടാത്ത സ്ഥലമായി, ആരും ഇഷ്ടപ്പെടാത്ത വീടിൻ്റെ അവസ്ഥ ദൈവം മാറ്റി എല്ലാവരും ഇഷ്ടപ്പെടുന്ന, തൃപ്തിപ്പെടുന്ന നല്ല അനുഭവത്തിലേക്ക്, നിറവിലേക്ക്, പ്രയോജനമുള്ള ഒരു സ്ഥലമായി, പ്രയോജനമുള്ള വ്യക്തിയാക്കി, പ്രയോജനമുള്ള സഭയായി, പ്രയോജനമുള്ള ശുശ്രൂഷയാക്കി മാറ്റുവാൻ ദൈവം മതിയായവനാണ്. നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. സാധ്യതയില്ലാത്ത ഇടത്ത് സാധ്യതകളുടെ വഴി തുറക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ലക്ഷ്യമില്ലാത്തവർക്ക് ലക്ഷ്യം തരുന്ന, പ്രതീക്ഷയില്ലാത്തവർക്ക് പ്രതീക്ഷ നൽകുന്ന, എന്ത് ചെയ്യണമെന്നറിയാതെ കുഴഞ്ഞിരിക്കുന്നവർക്ക് ആലോചന പകരുന്ന നല്ല ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടുമെന്ന് ഈ വചനത്തിലൂടെ നമുക്കൊരു ഉറപ്പ് നൽകുകയാണ്. നമ്മുടെ മരുഭൂമിയുടെ അനുഭവങ്ങൾ മാറും. നമ്മുടെ നിർജ്ജന പ്രദേശങ്ങൾ ജനസമൃദ്ധമായി തീരുവാൻ ദൈവം പ്രവർത്തിക്കും. ദൈവം തെരഞ്ഞെടുത്ത ജനത്തിന് കുടിക്കുവാൻ കൊടുക്കേണ്ടതിന് മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് നദികളും ദൈവം നൽകുന്നതുകൊണ്ട്
എല്ലാ മൃഗങ്ങളും പക്ഷികളും ദൈവത്തെ ബഹുമാനിക്കും. പക്ഷികൾക്കും മൃഗങ്ങൾക്കും വരെ സന്തോഷം വരുത്തുന്ന ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് ഈ വചനത്തിലൂടെ നമ്മോട് അറിയിക്കുകയാണ്. ആരും വസിക്കാത്തിടത്ത് മനുഷ്യരോ മൃഗങ്ങളോ പറവകളോ വസിക്കാതെ ശൂന്യമായിരുന്ന മേഖലയിൽ ശൂന്യതകളെ മാറ്റി നിറവ് നൽകിക്കൊണ്ട് എല്ലാവർക്കും വസിക്കുവാൻ യോഗ്യമായ ഒരു സ്ഥലമാക്കി ദൈവം തീർക്കുകയാണ്. അത് അനുഭവിച്ചിട്ട് ദൈവത്തിന് ബഹുമാനം കൊടുക്കുകയാണ്. പക്ഷികളും മൃഗങ്ങളും ദൈവത്തിന് ബഹുമാനം കൊടുക്കുന്നു എന്ന് വചനം വായിക്കുമ്പോൾ തന്നെ ദൈവം പറയുന്നു, ഞാൻ എനിക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ജനം എൻ്റെ സ്തുതിയെ വിവരിക്കും. ദൈവം പറയുന്നത് ശ്രദ്ധിക്കൂ. 21 മുതലുള്ള വേദഭാഗങ്ങളിൽ, ഞാൻ എനിക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ജനം എൻ്റെ സ്തുതിയെ വിവരിക്കും. 22 മുതൽ ഉള്ള വേദഭാഗങ്ങൾ, എന്നാൽ യാക്കോബേ, നീ എന്നെ വിളിച്ചപേക്ഷിച്ചിട്ടില്ല. ഇസ്രായേലേ, നീ എൻ്റെ നിമിത്തം അധ്വാനിച്ചിട്ടുമില്ല. നിന്റെ ഹോമയാഗങ്ങളുടെ കുഞ്ഞാടുകളെ നീ എനിക്ക് കൊണ്ടുവന്നിട്ടില്ല. നിന്റെ ഹനനയാഗങ്ങളാൽ നീ എന്നെ ബഹുമാനിച്ചിട്ടില്ല. ഭോജനയാഗങ്ങളാൽ ഞാൻ നിന്നെ ഭാരപ്പെടുത്തിയിട്ടുമില്ല. ധൂപനം കൊണ്ട് ഞാൻ നിന്നെ അധ്വാനിപ്പിച്ചിട്ടുമില്ല. നീ എനിക്കായി വയമ്പ് വാങ്ങിയിട്ടില്ല. നിന്റെ ഹനനയാഗങ്ങളുടെ മേധസ്സുകൊണ്ട് എനിക്ക് തൃപ്തി വരുത്തിയിട്ടില്ല. നിന്റെ പാപങ്ങൾ കൊണ്ട് നീ എന്നെ അധ്വാനിപ്പിക്കുകയും നിന്റെ അകൃത്യങ്ങൾ കൊണ്ട് എന്നെ കഷ്ടപ്പെടുത്തുകയും ചെയ്തു. എൻ്റെ നിമിത്തം ഞാൻ തന്നെ നിന്റെ അതിക്രമങ്ങളെ മായിച്ചു കളയുന്നു. നിന്റെ പാപങ്ങളെ ഞാൻ ഓർക്കുകയുമില്ല. സ്വമേധ ദൈവം ചെയ്യുന്ന, ദൈവജനത്തിനു വേണ്ടി കരുതുന്ന ഒരു കരുതലാണ് മരുഭൂമിയിൽ വഴി, നിർജ്ജന പ്രദേശത്ത് നദികൾ തുറക്കുന്ന ദൈവം. വിളിച്ചപേക്ഷിക്കുന്ന, ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന, ദൈവമുഖം അന്വേഷിച്ച് ആശ്രയിക്കുന്ന പ്രിയമുള്ളവർക്ക് വേണ്ടി ദൈവം കരുതുവാൻ വിശ്വസ്തനാണ്. സ്വമേധ കരുതിയ ദൈവം. ആമേൻ. ഉപവാസത്താലും പ്രാർത്ഥനയാലും ദൈവത്തിൻ്റെ ആ കരുതൽ ഏറ്റുവാങ്ങുവാൻ നമ്മെ സഹായിക്കട്ടെ. എന്നോട് ക്ഷമിക്കണമേ എന്ന് വിളിച്ചപേക്ഷിക്കാതിരുന്നിട്ടും കർത്താവ് പറയുകയാണ്, എൻ്റെ നിമിത്തം ഞാൻ തന്നെ നിന്റെ അതിക്രമങ്ങളെ മായിച്ചു കളയുന്നു, നിന്റെ പാപങ്ങളെ ഞാൻ ഓർക്കുകയുമില്ല എന്ന് ദൈവം പറയുന്നു. കുറ്റബോധം ജീവിതത്തിൽ അലട്ടുന്ന വ്യക്തിയാണെങ്കിൽ ഏറ്റുപറച്ചിലോടെ കുറവുകളെ ഏറ്റുപറഞ്ഞ് പാപങ്ങളെ, അകൃത്യങ്ങളെ, ലംഘനങ്ങളെ, അതിക്രമങ്ങളെ എല്ലാം ഏറ്റുപറഞ്ഞ്, അനുസരണക്കേടിനെ ഏറ്റുപറഞ്ഞ് കർത്താവേ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞാൽ, ഇവിടെ സ്വമേധ ക്ഷമിക്കുന്ന ദൈവം നമ്മൾ ഏറ്റുപറഞ്ഞാൽ എത്രയധികം നമ്മോട് ക്ഷമിക്കും. ആ ചെയ്ത തെറ്റുകൾ ആവർത്തിക്കാതെ ഒരു പുതിയ അനുഭവത്തിലേക്ക്, പുതിയ മനുഷ്യനായി ജീവിക്കുവാൻ നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്ക് വേണ്ടി പാടുകൾ അനുഭവിച്ച, മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശു കർത്താവിനെ മാനിച്ച് സ്നേഹിച്ച് യേശുവാകുന്ന വഴിയിലൂടെ പിതാവിൻ്റെ അടുക്കലേക്ക് എത്തുവാൻ നമുക്ക് ആഗ്രഹിക്കാം, യാത്ര ചെയ്യാം. നിത്യമായ ഒരു രാജ്യം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ആ വീട്ടിലേക്കുള്ള വഴി തിരഞ്ഞെടുക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.